അല്പസമയം ദൈവദിന ധ്യാനത്തിനായിട്ട് ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1 Peter chapter 1 verse 7 നമുക്കൊന്ന് വായിക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 7-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. And we read from 1 Peter chapter 1 verse 7. Praise the Lord. Hallelujah. അവിടെ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന 1 Peter chapter 1 verse 7 ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നത്, and this is what Apostle Peter reminds us over there. അഴിഞ്ഞു പോകുന്നതും പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ഓർപ്പിക്കുക. And he says that these trials will show that your faith is genuine. It is being tested as fire tests and purifies gold, though your faith is far more precious than mere gold. വളരെ പ്രഷ്യസ്, വളരെ വിലപ്പെട്ട ഒന്നാണ്, വളരെ ശ്രേഷ്ഠമേറിയ ഒന്നാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടം. And here he says that the testing of our faith is indeed precious. ദൈവത്തിന് മഹത്വം. ഇത് എഴുതിയത് അനുഭവത്തിലൂടെ പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ, ആരംഭ ലേഖനത്തിൽ എഴുതിയതാണ്. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് താൻ എഴുതുന്നത്. And he writes these things owing to his experiences in his life. വിശ്വാസത്തിൽ പത്രോസിന് വന്ന പരിശോധനകൾ ഒക്കെ നമുക്ക് മറ്റ് സമാവീക്ഷണ സുവിശേഷങ്ങളിലും മറ്റ് വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we can also read about the same in other books wherein Peter has to face a lot of trials or his faith was being tested. എന്നാൽ ആ പരിശോധനയിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് തന്നെ വിലയേറിയതാക്കി മാറ്റിയത് കൊണ്ടാണ് പിന്നത്തേതിൽ ഇങ്ങനെ ഒരു ലേഖനം നമുക്ക് തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. And when he was made to pass through those trials, God made him to come out victorious amidst those trials. That is what he says here. തന്റെ ജീവിതത്തിൽ വന്ന ഓരോ പരിശോധനകളിലും തന്നെ പിടിച്ചു നിർത്തിയത് വിശ്വാസത്തിൽ താൻ കണ്ട കർത്താവിൽ ഉറച്ചു നിന്നു. അപ്പോൾ ആ പരിശോധന തനിക്കൊന്നുമില്ലാതെ അതിനെ അതിജീവിപ്പാൻ ഇടയായി തീർന്നു. And during those trials he was able to stand firm in the Lord, to stand boldly in the Lord, and that is why he was able to overcome all these trials. നമുക്ക് വരുന്ന ചെറിയ ചെറിയ ചില പരിശോധനകളൊക്കെ നമ്മളെ സ്തോത്രം ബേസ്കോൾ തളർത്തിക്കളയാനല്ല, നമ്മളെ ആമേൻ സ്തോത്രം ആ പരിശോധനയിൽ നമ്മൾ തകർന്നു പോകാനല്ല, അത് നമ്മളെ വിലയേറിയവരാക്കി ദൈവം മാറ്റും. And these trials, the small trials and problems that we face in our life, is not to demotivate us, is not to bring us down or make us weak, but it is to strengthen us and make us far more precious. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ അത് തന്റെ ജീവിതത്തിലുണ്ടായ ആ പരിശോധനകളിലെ താൻ ഓർപ്പിക്കുന്ന പല ഭാഗങ്ങളിൽ തന്റെ ആ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. And in his epistles he reminds us the ways in which he has been tested in his faith. അപ്പോൾ വിശ്വാസത്തിനു വേണ്ടി കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ തനിക്ക് ഉണ്ടായ ആ പരിശോധന തന്നെ ഒരു വലിയ മനുഷ്യനാക്കി ദൈവം മാറ്റി. And he says that amidst the trials that he had to face because of his faith in Lord Jesus Christ, because of his decision that he made to follow Jesus, due to those trials, in fact those trials made him much more precious in his life. ഒരു സാധാരണ മനുഷ്യനായിരുന്നു പത്രോസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. We know that Apostle Peter was an ordinary man. പക്ഷേ പരിശോധന തന്നെ വലിയ ഒരു അനുഭവമാക്കി മാറ്റി. But those trials in his life made him more valuable. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞാൻ ഓർക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പത്രോസൊക്കെ
തൻ്റെ ആ ജോലി ചെയ്യുന്ന അടുത്ത് തന്നെ കർത്താവ് പത്രോസിൻ്റെ ഒക്കെ കാല് കഴുകിയ ഭാഗമൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് And ദൈവത്തിന്. pastor says that many a times he remembers the ways he remembers that we read in the word of God that how our Lord Jesus washed Peter's feet. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ആ വ്യക്തിയുടെയൊക്കെ ചെന്ന് താൻ കാല് കഴുകി കർത്താവ് തൻ്റെ എളിമ വെളിപ്പെടുത്തിയ ഭാഗങ്ങൾ എത്രയോ ശ്രേഷ്ഠകരമാണ്. And we read many a times in the word of God that how Lord washed his disciples' feet and revealed to us his humility. പിന്നീടാണ് താൻ ഇതെല്ലാം ഇരുന്ന് ഓർത്തിട്ട് ഇങ്ങനെ മനോഹരമായ ഒരു ലേഖനം, 2 ലേഖനങ്ങൾ നമുക്ക് തന്നത്. And later on he remembers that blessed ministry of Lord Jesus, and then he writes down these epistles. ഈ കർത്താവ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും അതിന്റെ മഹത്വം മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. We really don't know if Peter actually fully comprehended the glory of Lord Jesus when Jesus was with him. എന്നാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മഹിമയെല്ലാം തനിക്ക് പിന്നീട് മനസ്സിലായത്. However, later on, after Lord Jesus being resurrected, later on he realized the greatness of our Lord. ചിലപ്പോൾ ദൈവം നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ആരംഭത്തിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. And many a times, even in our lives, initially we might not understand the things that are happening in our life, the plans that God has for us. എന്നാൽ പിന്നീട് നമ്മുടെ ഓർമ്മപഥത്തിൽ വരികയും, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനമുള്ളവരായി തീരുവാനിടയായി തീരും. ദൈവത്തിന് മഹത്വം. However, later on in our life, we would remember what happened in our life. We would remember the ways in which Lord led, and then we would glorify God. ഈ പത്രോസിന്റെ ഒരു പരിശോധന ഈ 12-ാം അധ്യായത്തിലുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. When we come to the book of Acts chapter 12 verse 8. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ഒരു പരിശോധനയിൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവത്തിന് And the verse that we read here is something that the angel of God did for Peter during his trial. അവിടെ ദൂതൻ വന്നിട്ട് ചെയ്ത കാര്യം അരകെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. And here we see that the angel told him to get dressed and to get dressed. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും വായിക്കുന്നൊരു ഭാഗമാണ്. എന്നാൽ ദൂതൻ അങ്ങനെ കെട്ടിയതിന് അതിൻ്റെ പിന്നിൽ അനേക ഉദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ അര മുറുക്കി കെട്ടിയത്. ദൈവത്തിന് സ്തോത്രം. And angel told him to gird himself, to gird himself. The reason why he said that, there is a reason or there is a purpose why the angel told him to do that. നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെ അത്ഭുതകരമായി അവിടുന്ന് വിടുവിച്ചു, പരിശോധനയിൽ നിന്ന് വിടുവിച്ച് ആ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ദൂതൻ ഒരു ആലോചന പറയുന്ന സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടാണ് അവന്റെ അര ആദ്യമേ കെട്ടി. ദൈവത്തിന് ഇഷ്ടം. And then we know that the angel of God helped him to escape out of that trial. But then here he sends a message from God, which he speaks very simply to him, which is to gird himself or to get dressed. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ പത്രോസിനെ കൊണ്ടൊരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി, ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ അര കെട്ടിയത്. ദൈവത്തിന് സ്തോത്രം. And the reason why he asked Peter to gird himself or to get himself dressed is because the angel of God knew that there was a great work that needed to be followed. അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ പിന്നീട് പത്രോസിനെ കൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി, അനേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ അര ആദ്യമേ മുറുക്കിയത്. ദൈവത്തിന് ഇഷ്ടം. And we know that following which, after he came out of that prison, we know that Lord did great works through Peter, and that is why initially itself God told him to gird himself. പിന്നീട് പത്രോസ് അനേക യാത്രകൾ ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ഓടുന്നു. അതാണ് ഒരു യാത്രയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി. അത് പത്രോസ് അറിയുന്നില്ല. ദൈവം ഇങ്ങനെ മുറുക്കി
അരമുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിന്. And we know that Peter did not realize initially that why the angel of God asked him to do that. But then later on, we know that God allowed him to travel to a lot more places and do the blessed ministry over there. നമ്മളെല്ലാവരും ഓർക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിന്റെ നടുവിൽ? How many of you believe that even we are similarly, we are also in a journey? കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും ദൈവത്തിന്. And we are also in a journey wherein we are running this race. ലൈഫ് ഈസ് എ ജേർണി. ലൈഫ് എന്ന് പറയുന്ന ഒരു യാത്രയാണ് ദൈവത്തിന് സ്തോത്രം. And we have heard many times people saying that life is a journey. അത് ചിലര് പറയാറുണ്ട് ലൈഫ് എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോഴുള്ള അപ്പോഴാണ് യാത്ര ചെയ്യുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു ഭാഗം തന്നെയാണ്. എന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ദൈവത്തിന്. And some people say that right when we were born into our mother's womb, that marks the beginning of our journey, which is true to an extent. ഉദരത്തിൽ ജനിച്ച് വീണ് പൈതലായി വളർന്നു വരുമ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ദൈവത്തിന്. And then when an individual is born in his mother's womb, he grows up and then he continues his journey. That is probably what people say that marks the beginning of our journey in this world. എന്നാൽ അതിനേക്കാൾ വലിയൊരു യാത്രയുണ്ട്. But then we know that there is a greater journey beyond that. നമ്മളെ രക്ഷിക്കപ്പെട്ട സമയത്ത് കാൽവറി ക്രൂശിന്റെ ചെവിട്ടിൽ നിന്ന് നമ്മൾ ആരംഭിച്ച രക്ഷിക്കപ്പെട്ട തീയതി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് സ്തോത്രം. Let us lift our hands for the day of salvation that we attained. ആ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മളൊരു യാത്രയിലാണ് ദൈവത്തിന്. And from the day that we were saved, from the day we received our salvation, since then we are on a different journey. ആ യാത്ര തീരുന്നത് കർത്താവിന്റെ വരവിൽ നിത്യതയിലാണ് ഈ യാത്ര അവസാനിക്കുന്നത്. And that journey will end into the eternity or into eternal life. ആ പ്രത്യാശയുള്ളവരെല്ലാം ഇന്ന് പോൽ കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. If you have that hope, just lift your hands and praise God. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു യാത്രയിലാണ് ദൈവത്തിന് സ്തോത്രം. And we are in a constant journey. വലിയ തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഒരിക്കൽ ഏഥൻസിലെ ഗ്രീസിലൂടെ നടന്നു പോവുകയായിരുന്നു. And once a philosopher, Aristotle, he was walking through Greece, through Athens. അപ്പോൾ അത് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഭയങ്കര മാർക്കറ്റിൽ തിരക്കായിരുന്നു അവിടെ. And then he was actually in a market trying to buy something, and he could see a lot of people crowding there. ഏഥൻസിലെ ഗ്രീക്കിലെ പെട്ടെന്ന് ഒരാൾ വന്ന് തന്നെ അറിയാതെ മാർക്കറ്റിൽ വെച്ച് തന്റെ ഷോളിൽ ഇടിച്ചു, ഇങ്ങനെ അറിയാതെ തട്ടുവാനിടയായി. And then some stranger unknowingly he passed by and he touched probably Aristotle. ലോകം കണ്ട ഫിലോസഫിയിൽ തത്വശാസ്ത്രന്മാരിൽ വലിയ തത്വശാസ്ത്രനാണ് അരിസ്റ്റോട്ടിൽ. And we know that Aristotle is considered to be one of the greatest philosophers in the world. അപ്പോൾ ഇവിടെ ഇടിച്ചപ്പോൾ വന്ന് ഇടിച്ച ആളിന് നല്ലപോലെ നോവാനിടയായി. And then because that person actually striked Aristotle, that is why that area was probably a bit painful for him. അദ്ദേഹം സ്ട്രീറ്റിൽ മാർക്കറ്റിൽ വെച്ച് അരിസ്റ്റോട്ടിൽ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു. And then in that market, Aristotle, he asked that person, that stranger, that where did you come from? കണ്ണൊന്നും കാണുന്നില്ല, നീ എവിടെ നിന്നായി വരുന്നത്? And where are you rushing to? Can you not see? അത് സാധാരണ ഒരു ചോദ്യമാണ്. നമ്മളെ അറിയാതെ ശരിക്കും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, കണ്ണ് കാണത്തില്ലയോ എന്ന് ചോദിക്കും. And it's a normal question or ordinary question that we would ask people, that if somebody hits you while passing by, you would ask them that, are you blind? Can you not see? എന്നാൽ നമ്മൾ പറഞ്ഞ മറുപടി ഒന്നും അല്ല അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. Whereas Aristotle gave a different reply over there. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നില്ല. And that when the stranger, he asked Aristotle this question, and Aristotle replied that, I don't know where I come from, I do not know where I go to. ഈ ലോകത്തിലെ റാഷണൽ ഭൗതികവാദികൾക്ക് പ്രപഞ്ചം, ദൈവം, സൃഷ്ടി ഇതൊക്കെയുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അവർക്ക് ഇത്രയുള്ള മറുപടിയുള്ളൂ. എന്നാൽ ദൈവമക്കൾക്കറിയാം നമ്മൾ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ദൈവത്തിന്. And all the logical thinkers in this world, they only know what they see with their eyes right now, the earth, creation, creator. But then we who are children of God, we know that there is a life beyond this. അപ്പോൾ നമ്മൾ സിയോൻ യാത്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിന് സ്തോത്രം. So we are going on to that journey. We are constantly in journey. ഈ യാത്രയിൽ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കരങ്ങളോർത്ത് കർത്താവിനെ സ്തുതിക്കാം. Let us lift our hands and praise God for all the blessed opportunities that God is giving us during this journey. ഇതോടെ പാടിയതുപോലെ ദൈവം എത്ര ഗുഡാണ്, നല്ലവനാണ്. ഈ നല്ല മനോഹരമായ ഒരു ജീവിതം, ഒരു യാത്ര തന്നത് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Let us lift our hands and praise God because the song that we sang, that our Lord is indeed good, that He is allowing us to have a journey here. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഈ യാത്ര അത്ര സന്തോഷമല്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. And by looking at your faces, we get to know.
We probably realize that probably this journey is not very good for ഈ you. യാത്ര ദൈവം തന്നതാണ്. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയാണ്. ഈ സിയോൻ യാത്രയിൽ നമ്മളെയും ദൈവം കൂട്ടിച്ചേർത്തല്ലോ. അത് ഓർത്ത് വിശുദ്ധ ആരാധനയിൽ നന്ദിയോട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. Let us lift our hands and praise God for this blessed journey that God has given us, that we can trust in and walk in Him. ഇന്ന് പകൽ നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അരമുറുക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഒരു വലിയ യാത്ര, ഒരു വലിയ ശുശ്രൂഷ, ഒരു വലിയ പ്രേക്ഷിത ദൗത്യം ആ വ്യക്തിയിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. And we know that God asked Peter to gird himself because God had planned already to do some great work in Peter. ദൈവത്തിന് മഹത്വം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അരമുറുക്കിയതിന്റെ ഒരു ഉദ്ദേശം അതാണ്. വലിയ ഒരു യാത്ര, വലിയൊരു ശുശ്രൂഷ, അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്താൻ, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ യേശുവിലേക്ക് നടത്താൻ പിന്നത്തേതിൽ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. And we know that God asked Peter to gird himself because God knew that there was a vast journey right ahead, right in front of Peter, and then he had to gain several souls for the Lord. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൂതൻ പറയാണ്, പത്രോസിനോട് പറഞ്ഞത് ആ പരിശോധനയില് അരമുറുക്കുക എന്ന്. ദൈവത്തിന് And here the angel told Peter to gird yourself. അരമുറുക്കിയത് എന്തിനാണ്? ദൈവത്തിന്. And why did he ask to gird himself? രണ്ടാമതായി എന്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത, ഈ അരമുറുക്കുന്നത് യഹൂദന്മാരുടെ മേളിൽ ഒരു കുപ്പായം ഉണ്ടായിരുന്നു. ദൈവത്തിന്. And another reason that we could probably think is that this Jewish people, they used to wear a garment or a coat over them. അത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ എപ്പോഴും ഒരു മേൽക്കുപ്പായം ഉണ്ടായിരുന്നു. And whenever they used to journey, before they could journey, they used to wear an outer garment or a coat. ആ കുപ്പായം വളരെ ഇറക്കമുള്ളതാണ്. അത് അയഞ്ഞിങ്ങനെ താഴെ കിടക്കുന്നതാണ്. And that garment is really long, so much so that it can touch the floor. നിങ്ങളെ യഹൂദന്മാരുടെ കുപ്പായം കണ്ടറിയാം, മേളിൽ ഒരു നല്ല വിലപിടിപ്പുള്ള കുപ്പായം അവർ എപ്പോഴും ഇട്ടിരിക്കും. And we know that especially for Jewish people, their outer garment is always very rich. അതിങ്ങനെ അയഞ്ഞ താഴെ ആ പാദം വരെ നീണ്ടു കിടക്കുന്നത് കാണാം. And that garment is really long, that it goes down till their feet. എന്നാൽ ആ കുപ്പായം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ രീതിയല്ല, നല്ല അനുഭവങ്ങളല്ല. ചിലപ്പോൾ റോഡിലൂടെ ഒക്കെ നടക്കുമ്പോൾ അതിനകത്ത് റോഡിലെ മാലിന്യങ്ങളും പൊടിപടലങ്ങളൊക്കെ കുപ്പായത്തിൽ ഇങ്ങനെ പെരളാൻ സാധ്യതയുണ്ട്. And because that garment is so long, probably when they walk on the road along their journey, probably dust or grass or anything can creep into that garment. നമ്മളൊക്കെ ഇവിടെ വിദേശ രാജ്യങ്ങളൊക്കെ വരുമ്പോൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് വരാം. ഷൂ ഇട്ടുകൊണ്ട് തന്നെ കാലിലോട്ട് കയറാം. കാരണം ഇവിടെ പൊടിപടലം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് നല്ലതാണ്. And then we know that here when we live, we have good sandals to wear, good shoes to wear, because the situation here is favorable for us. That is why we can walk so. എന്നാൽ അന്നത്തെ കാലത്ത് ഇസ്രായേലിലെ യാത്രകളെല്ലാം കഴുതയുടെ പുറത്തും വാഹനമൃഗം, അപ്പൊ അതിൻ്റെതായ മാലിന്യങ്ങളെ ഇതൊക്കെ എപ്പോഴും പൊടിപടലങ്ങളൊക്കെ ഇത് നീണ്ടു കിടക്കുന്ന കുപ്പായത്തിന്റെ അറ്റത്ത് പെരളാൻ സാധ്യതയുണ്ട്. But during those time among Israelites, they had a different mode of transport. That is why probably when they walked, the outer garment might get dirty. അപ്പോൾ ആ കുപ്പായം താഴെ അയഞ്ഞു കിടക്കുന്നത് അതിന്റെ കോന്തൽ അല്ലെങ്കിൽ പൊക്കിയെടുത്ത് ആ അരമുറുക്കി അതിന്റെ ബെൽറ്റിനകത്ത് ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയാണ് അരമുറുക്കാൻ പറഞ്ഞത്. So basically to gird yourself means to actually take this outer garment, cover it properly with a belt around the waist and secure it tightly. അപ്പോൾ നമ്മൾ അരമുറുക്കുന്ന എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യഹൂദന്മാർ അരമുറുക്കുമ്പോൾ അവരുടെ കുപ്പായത്തിന്റെ അടിവശം താഴെ റോഡിലെങ്ങും അതിന്റെ മാലിന്യങ്ങൾ പെരളാതെ അതിനകത്ത് അവർ പൊക്കിയെടുത്ത് വെച്ച് ആ ബെൽറ്റിനകത്ത് വെച്ച് കഴിയുമ്പോൾ അവർക്ക് സ്മൂത്ത് ആയിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും. So these Jewish people, when they gird themselves, it means that they take the outer cover, the outer garment, they tuck it nicely and they secure it properly with a belt, so that the dirt or the grass or anything on the road along the way will not get into the garment. അപ്പോൾ നമുക്ക് എന്നതായ ഒരു ആത്മീയ വസ്ത്രം പ്രൈസൽ എപ്പോഴും നമുക്ക് അത് എടുത്ത് അത് ബെൽറ്റിനകത്ത് വെക്കാൻ വേണ്ടിയാണ്, അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരമുറുക്കേണ്ടത്. And then the spiritual garment that we have, even in our lives, we need to tuck it properly inside, secure it with a belt around our waist and keep it secure all the time. അതുകൊണ്ട് ആ സർദീസിലെ സഭയോടൊക്കെ പറയുമ്പോൾ വളരെ ഉടുപ്പ് വളരെ സൂക്ഷിക്കുന്നവർ സർദീസിൽ ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. That is why to the angel of God that spoke to the church in Sardis, he says that there are people who have kept their spiritual garments secure. നമുക്ക് ദൈവം തന്ന രക്ഷയുടെ ഉടുപ്പ്, ദൈവീയ അനുഭവങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നവരായിരിക്കണം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. The salvation that God has given us, all the spiritual and good experiences that God has given us, we need to tuck it properly, we need to secure it and keep it safe all the time. അപ്പോൾ ഈ ദൂതൻ വന്നിട്ട് അരമുറുക്കാൻ
എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ആ ജീവിതമാകുന്ന യാത്രയിൽ സ്തോത്രം ഈ കുപ്പായത്തിനകത്ത് മറ്റ് മാലിന്യങ്ങൾ പിറലാതെ അത് നീ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് ദൂതൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശമെന്നാണ്. So the second reason why the angel of God told Peter to gird himself is that his outer garment is completely covered and it is properly tucked in and that is secured. അപ്പൊ ഈ അരമുറുക്കുന്നതിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. So there are several purposes for why the angel of God actually said to gird himself. ഈ ബെൽറ്റ് ഇട്ട് മുറുക എന്ന് പറയുന്നത് നമുക്കൊരു ഉറപ്പ് തന്നെ. And when you put that belt around the garment, it is actually you secure it properly. മൂന്നാമതായി നമ്മൾ ചിന്തിച്ചാൽ ഈ ആർമിയിലും മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ബെൽറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. And thirdly, when we see, when you look at these army officers or the officers in the police, when you look at the belt that they wear, അവർ അരമുറുക്കിയിരിക്കുന്ന ബെൽറ്റിൽ വെപ്പൺസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം, ആയുധങ്ങൾ. And if you look closely at the belt that they wear, you can see the weapons, guns and weapons on the belt. ഞാൻ കണ്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ചെറിയ ടോർച്ച് കാണും, പല ആയുധങ്ങളുണ്ട്, ഇതെല്ലാം ഈ ബെൽറ്റിലാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. And they have all sorts of weapons, all sorts of instruments hang around the belt so that they can use it during the time of need. അവർക്ക് സ്തോത്രം ഏത് സമയത്തും അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവരുടെ അരയില് വെപ്പൺസ് അത് തൂക്കിയിട്ടിരിക്കുക. And they have kept all those weapons, all those instruments ready at their belt so that they can use it at the right time. പ്രൈസ് ദി ലോർഡ്. 24 മണിക്കൂറും അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ തൂക്കിയിട്ടിരിക്കുക. And 24 hours throughout the time, whenever they are on duty, they would constantly hang that belt with the weapons around them. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ദൈവം ചില ആയുധങ്ങൾ നമ്മൾക്ക് അരയിൽ ദൈവം തന്നിട്ടുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God that our God has also given us those spiritual weapons so that we could also keep it ready. ഈ ബെൽറ്റിനകത്ത് ഒത്തിരി ആയുധങ്ങൾ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവകൃപയാണ്. നമുക്ക് ചില ആയുധങ്ങൾ ദൈവം തന്നിട്ടുള്ളത് ഓർത്ത് ഇന്ന് പകൽ ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. And I praise God that our God Almighty has also given us those spiritual weapons so that we can use it in time. ചിലർക്ക് പ്രതികൂലം വന്നാലും വിശ്വാസം വിടത്തില്ല. വിശ്വാസം എന്ന വരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. And then some people during the trials and problems, we know that they will not leave their faith, and God has given them that faith as a weapon in their hand. അപ്പോൾ നമ്മുടെ ബെൽറ്റിൽ അരമുറുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. And because our God has given those spiritual blessings so that we could tie it around ourselves, we could gird ourselves with those blessings, and for that let's praise God. ഏത് സമയത്തും ആമേൻ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്. And God has given us given them to us so that we can use it in right time. ആമേൻ. സാത്താന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഏത് സമയത്തും ഒരു ദൈവത്തിനോട് പോരാടുവാൻ. And we know that Satan has that eternal plan with him that to constantly torment or to constantly look out for the children of God. നമുക്ക് ദൈവത്തിൽ കാണുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. 24 മണിക്കൂർ മാസ്റ്റർ പ്ലാൻ ആണ്. ശത്രു ഏത് സമയത്തും നമ്മളോട് പോരാടും. And we know, we read in the word of God that the devil is constantly on watch so that he seizes the right opportunity to take advantage of the children of God. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാർട്ട് ടൈം ആമേൻ വിശ്വാസിയായിട്ടിരുന്നാൽ പറ്റത്തില്ല, ഫുൾ ടൈം വിശ്വാസിയായിട്ടിരിക്കണം. And that is why we cannot be a part-time believer, we have to be a full-time believer. എപ്പോഴും നമ്മൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ സാത്താൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ യാത്ര ചെയ്യാൻ. And constantly during our journey in this world, we need to keep it in our mind that there is a devil that is ready to, that there's a devil that is keeping watch on us to make us fall down. 24 മണിക്കൂറും സാത്താൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മറക്കാത്ത ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. I praise God for those people, for those believers who believe in their heart, who know in their heart that 24/7 there is devil who's constantly trying to plot wicked schemes against them. അപ്പോൾ നമ്മൾ പാർട്ട് ടൈം വിശ്വാസിയായിരുന്നാൽ പോരാ, ഫുൾ ടൈം വിശ്വാസിയായി സാത്താനെ എതിർത്ത് നിൽപ്പാൻ ഒരു ആത്മീയ ആയുധം നമ്മൾ ധരിച്ചേ പറ്റൂ. And that is why we cannot be part-time believers, we have to be full-time believers, constantly on watch for the devil and his wicked schemes, and we need to gird ourselves with those spiritual weapons. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നത് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. And Paul reminds us that the weapons, the spiritual weapons that we have is not fleshly, is not worldly, but we have spiritual weapons that is capable enough to bring down towers and fortresses. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കോട്ടകളെ ഇടിക്കണമെങ്കിൽ, പിശാചിന്റെ കോട്ടകളെ ഇടിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് ശക്തി പ്രാപിക്കണം. And if we have to fight against the walls that the devil one has built ahead of us, then we need to gain that strength from the Lord.
ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ സാങ്കല്പികമായ ഉയർച്ചകളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോളം പിടിച്ചെടുക്കണം. And every imagination, every thought that tries to rise itself against the knowledge of Lord Jesus Christ, we need to bind it, we need to put it down. അപ്പൊ ഒരു വാഗ്ദത്തം മുൻപിലുണ്ടെങ്കിൽ, ഒരു ആലോചന മുൻപിലുണ്ടെങ്കിൽ അത് പ്രാപിക്കാൻ വേണ്ടി അല്ലിയ ഏത് അനുഭവങ്ങളെ പിടിച്ചടക്കത്തക്കവണ്ണം നാം മുന്നോട്ട് വന്നാൽ നമ്മെ സഹായിപ്പാൻ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. And if you have a promise of God ahead of you, you need to gain that strength from God, that ability from God, that you can overcome and conquer every situation, every trial that arises against your promise. And if you are ready to do that, God is with you to fight for you. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കണമേ എന്ന്. And that is why Psalmist David says that you train my fingers for war. ഇന്ന് പകൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആത്മീയ ആയുധങ്ങളെ ദൈവം തരുവാനിടയായി തീരും. And if we continue to pray accordingly, God shall continue to bless us spiritually. ഈ ദൂതൻ അരമുറുക്കുന്നതിന് മുമ്പ് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിച്ചു കാണുന്നത് And when we read verse 7, before the angel of God could ask him to gird himself. അതിന്റെ 7-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചെന്ന ദൈവത്തിന്. And there we read that there was a light that shined in that shone in that chamber. അപ്പോൾ ആമേൻ ഹല്ലേലൂയ. അരമുറുക്കുന്നതിന് മുൻപേ ഒരു പ്രകാശം അറയിൽ ഉണ്ടായി. And before he could gird himself, we know that there was a light that shined in the prison. അപ്പോൾ സഭ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഒരു പ്രകാശം അവിടെ അടിക്കുകയാണ് ദൈവത്തിന്. And there the church has been constantly praying for him, and because of their prayers there's a light that is shining in that prison. എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക്, ഒരു ലൈറ്റ് അവിടെ അടിച്ചു രക്തത്താൽ. And there we understand there was a light that shined in the prison. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും വിടുതലില്ലാത്ത വിഷയത്തിൽ നിന്ന് ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു ലൈറ്റ് അവിടെ അടിച്ചു. And though during those difficult time when he was in that prison, when he thought he might never be able to come out of it, a light shined in the prison. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിളക്ക് അവിടെ, ഒരു ലൈറ്റ് അവന്റെ അറയിൽ അവിടെ വീശിയതായിട്ട് കാണുന്നുണ്ട് ദൈവത്തിന്. And there we read that a light shined in the prison. Praise the Lord. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ആ പ്രകാശമായിരിക്കാം പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാതെ വലിയ അനുഭവത്തിലേക്ക് തന്നെ ഓടിച്ചതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. And we totally believe that probably it was that bright light that shined in the prison that led him constantly throughout his lifetime. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഒരു പ്രകാശനം അറയിൽ അടിച്ചാൽ ഒരിക്കലും കർത്താവിൽ നിന്ന് മാറാതെ അവന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയും. And if you have a bright light that is already shined in the heart, in the inner chambers of your heart, then you will never leave the Lord and you will constantly follow him. പിന്നെ എന്തെല്ലാം പരിശോധന വന്നാലും പുള്ളി പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം അറയിൽ അടിച്ച ലൈറ്റ് പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. And even during those trials and problems that Peter had to face, he stood there boldly because of this great light that shined in the prison. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ വിളക്ക് നമ്മുടെ ഉള്ളിൽ ഒന്ന് കത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ പോലെ നമ്മളെ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ. And Holy Spirit desires of us that light shine brightly in our heart. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ആ വിളക്ക് കത്തിയാൽ നമ്മളെല്ലാം അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി തീരും. And if that lamp continues to shine brightly in our heart, that we can lead several people unto Christ. ആമേൻ. ഹല്ലേലൂയ. പണ്ടൊക്കെ കടലിന്റെ തീരത്ത് വലിയ വിളക്കുമരം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ വ്യക്തികളുണ്ട്. രാത്രിയിൽ വിളക്കുമരത്തിൽ ഇങ്ങനെ വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. And in the earlier days there were people who used to actually work as watchtowers or as lighthouses, that they used to actually hold those lamps at the sea, at the shores. ഇങ്ങനെ ദിശയറിയാതെ വഴിതെറ്റി വരുന്നതായ കപ്പലുകളൊക്കെ കടലിലൂടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ദിശ മാറി ഹല്ലേലൂയ ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിങ്ങനെ വരുന്ന കപ്പലുകളൊക്കെ ഈ ലൈറ്റിന്റെ വെട്ടം കാണുമ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ടാകുക. And then those boats and ships that were journeying through on that sea coast, if they have lost way for some reason, when they used to see that light, when they used to see that lamp, they were motivated and they knew where exactly to go. രാത്രിയിൽ ഇങ്ങനെ ഇരുളടഞ്ഞ രാത്രിയില് കടലിലൂടെ വരുന്ന കപ്പല് ദിശ അറിയാതെ പോവുക. ഇരുളടഞ്ഞ യാത്രയിൽ ഒരു പ്രകാശവും കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ
ആമേൻ. ആ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു പ്രകാശം നിന്റെ ജീവിതത്തിൽ നൽകി നിന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ കരയിലേക്ക് അടുപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ദൈവം നൽകുമെന്ന് ആ ദൈവം ഓർപ്പിക്കുകയാണ്. Dear child of God, if similarly in your life, if you have facing those similar situations like that boat, like that ship, and that you have completely lost direction in your life, you don't know what to do next amidst those situations, amidst those trials, God's Holy Spirit says that He's going to show that lamp, He's going to let that light shine in your life that is going to lead you in your life. ഇരുളടഞ്ഞ ജീവിതത്തിൽ ഇതാ ഒരു വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. And in this year itself, God is going to open a new way. God is going to let that light shine in your life. ഈ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ദൈവം തുറന്നു തന്നു എന്നുള്ള ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം ഹല്ലേലൂയ ഭാരത്തോടെ കടന്നു വന്ന ജീവിതങ്ങളുടെ ആമേൻ ദൈവീയ വിടുതലിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവർക്ക് ദൈവം ചെയ്യുന്ന ദൈവപ്രവൃത്തി വരും ദിവസങ്ങളിൽ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. And in the coming days, you are going to testify, confess it with your mouth and say that during those trials, during those testing of my faith, my God let His light shine in my life and He delivered me. ആമേൻ. ഇപ്പോൾ ദിശ മാറി എങ്ങും പോകേണ്ട. ഹല്ലേലൂയ ആമേൻ. ഈ വർഷത്തിൽ തന്നെ അതിന്റെ ദിശ കണ്ടുപിടിച്ച് ആമേൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ദിശ കണ്ടുപിടിച്ച് ആമേൻ തീരെ തണയുന്നത് പോലെ നിന്റെ വിഷയത്തിന്മേലൊരു മറുപടി ദൈവം തരാൻ പോകുന്നു എന്ന് ദൈവാത്മാവിന്റെ പകൽ ഒരു ആലോചന അറിയിക്കുകയാണ്. And Holy Spirit wants to say that if you feel in your life that you have lost direction, you don't know where to go, you don't know what to do next, in this year itself God is going to let that light shine in your life and He's going to give you a direction to walk ahead. യോ കർത്താവേ ഹല്ലേലൂയ ആമേൻ. കിഴക്കോട്ട് പോകണോ പടിഞ്ഞാറോട്ട് പോകണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സമയത്ത് ഇതാ ആമേൻ ഒരു വെട്ടം ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. And when if you pray, you're praying to God and asking, Lord, I don't know where to go, I don't know if I have to go to east or to west, then right now for you God is letting that light shine in your life. കർത്താവ് എന്നോട് സംസാരിച്ചു എന്റെ ദൂതാണെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തുതിച്ചെന്ന് ആരാധിക്കാം. If you believe that God has spoken to you, just praise and worship Him. കർത്താവ് നിന്റെ സമീപത്തുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇരുളടഞ്ഞ പാതയിൽ ഒരു പ്രകാശത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ And our Lord Jesus is right there next to you in your darkness filled life. God is going to send that light. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ആലയത്തിലുണ്ട്? Amen. If you are experiencing that presence of God. വിശ്വാസത്തിന്റെ പരിശോധന നമ്മളെ താഴ്ത്തു കളയില്ല. And these trials and testing of your faith will not weaken you. അതൊരു വലിയ ശ്രേഷ്ഠമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. And amidst those trials, God is going to make you more and more valuable. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കൾ ഇന്ന് പകൽ ഓർക്കണം, ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മുടെ ഈ പരിശോധന ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ പോകാം. You need to remember that God is going to turn these trials into a blessing in your life. കർത്താവേ, ഞാൻ വിശ്വസിച്ച് അധ്വാനിക്കുന്നു, വിശ്വസിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ എല്ലാം ചോർന്നു പോകുകയാണ്. എന്നാൽ ചോരാതെ അതിനെ അടച്ച് ദൈവം വഴി തുറന്ന് അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് മകൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. You might be saying that, Lord, I'm doing a lot of things, I have belief, I have faith, and I'm doing a lot of things, I'm working hard, but today God is going to completely cover that wherever your blessing is leaking, and He's going to completely bless you. വലിയ ഒരു ഡാമിന്റെ ചോർച്ച അടയ്ക്കുന്നത് പോലെ ഒരു ചോർച്ച അടയ്ക്കാനാ ദൈവം ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവന്നത്. And here God has brought you here so that He can completely seal whatever is being lost in your life, whatever goodness you are losing in your life, and He's going to seal that completely. ചിലത് പരിശ്രമിക്കാഞ്ഞിട്ടല്ല ചില കാര്യങ്ങൾ. And it's not because that you haven't worked hard for it. നല്ല മനസ്സല്ല ഇല്ലാഞ്ഞിട്ടല്ല. It is not that you don't have a good heart. താല്പര്യമില്ലാഞ്ഞിട്ടല്ല. It is not that you don't have a good desire. എന്നാൽ ആരും അറിയാതെ ചോർന്നു പോകുന്നതായ അനുഭവങ്ങളെ നാഥൻ അടച്ച് ജീവിതത്തിന്മേൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഉറപ്പിച്ച് വരുന്ന മാസങ്ങളിൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുമെന്ന് ഇന്ന് മകൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And God wants to say that in the coming days God is going to seal that completely, that leakage that is soaking out your goodness in your life, and He's going to make a blessing in the coming months. കർത്താവേ, ഞാൻ വളരെ അധ്വാനിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. You might be saying that, Lord, I'm working hard. ഞാൻ വളരെ പരിശ്രമിക്കുന്നുണ്ട് കർത്താവേ. You might be saying that, Lord, I'm working അയ്യോ കർത്താവേ, എല്ലാം ചോർന്നു പോകുകയാണ്. ദൈവത്തിന്റെ but Lord, everything is getting leaked. എന്നാൽ ചോർച്ചയില്ലാത്ത ഒരുവന്റെ അടുക്കല ഇന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. But God has brought you here so that He can seal that blessing for you. വിശ്വസിക്കുന്നവരാൽ ഇതിന് പകൽ നടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ And if you സ്തോത്രം. believe that God is going to work on your ദൈവം behalf, ഈ ജനത്തെ കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം.
ദൈവം ചിലരെ കൊണ്ടുവരാൻ പോകുകയാണ്. And God is going to bring many more people here. വിശ്വാസത്തിന്റെ പരിശോധന precious ആക്കി മാറ്റാൻ പോകുകയാണ്. And God is going to make you more valuable among the trial that you're facing. ഈ പരിശോധന നിന്നെ തകർക്കാനല്ല, എപ്റ്റിയാക്കാനല്ല, ഈ പരിശോധന നിന്നെ നിറയ്ക്കാൻ വേണ്ടിയാണെന്ന് ദൈവാത്മാവ് These പറയുന്നത്. trials are not going to destroy you. These trials are going to make you full and complete. കർത്താവ് നിന്റെ സമീപത്ത് നിന്ന് ഇന്ന് പകൽ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. And God is talking that God is right there standing next to you. എത്ര പേർക്ക് ആത്മാവിൽ ഒരു സന്തോഷമുണ്ട്? How many people believe that? വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കാൻ പോകുക. And if you believe it is going to happen in your life, ആ വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. and the coming days those testimonies of faith are going to rise. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രൊട്ടൻഷൻ, ഇതിനകത്തൊരു വലിയ സാധനമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ അനുഭവമുണ്ട്. ദൈവത്തിന്റെ And സ്തോത്രം. God has given us that spiritual goodness in our life. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞ, ഒരിക്കൽ യോഹന്നാനും കൂടെ ചേർന്ന് പോയപ്പോൾ ആമീൻ ഹല്ലേലൂയ എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്കായെന്ന് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നതുപോലെ പത്രോസ് യോഹന്നാനും കൂടെ നടന്നപ്പോൾ അത്ഭുതം നടക്കാൻ പോവുകയാണ്. And that is why when that person asked Peter and John to give him something, but we know that Peter said that what I have I give out to you, and that is when the miracle happened and he received his deliverance. ആദ്യമ സഭയിൽ നടന്നതുപോലെ ഇവിടെ നടക്കാൻ പോവുകയാണ്. And God is going to bring that deliverance ഈ here. പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ദൈവം കൈയേറ്റിരിക്കുകയാണ്. And God has completely taken over your responsibility. ഇത് യാദൃച്ഛ്യമല്ല, ദൈവത്താൽ സംഭവിച്ചതാണ്. And this is not something accidental, it is being happened by the Lord. ഒരു വലിയ വിശ്വാസത്തിന്റെ മുതൽക്കൂട്ടാക്കി ദൈവം നമ്മളെ മാറ്റാൻ പോകുക. And God is going to completely deliver you. ഇന്ന് പകൽ നമ്മൾ പറഞ്ഞാട്ടെ, എനിക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. And let us say that today boldly, that എനിക്ക് എന്റെ കർത്താവിൽ വലിയ വിശ്വാസമുണ്ട്. though I don't have anything in my life, I have that great faith in എന്റെ Him. വിശ്വാസം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. And through the faith that I have in my life, my God is going to deliver me. ഒരിക്കലും നടക്കാത്ത വിഷയമൊക്കെ നടക്കുമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. And Holy Spirit wants to say that whatever is impossible with you, God is going to make it possible. ഉള്ളതൊക്കെ സ്വത്രം കാത്തു സൂക്ഷിക്കുന്ന, ഉള്ളതൊക്കെ സന്തോഷമായി കാത്തു സൂക്ഷിക്കുന്ന ചില അനുഭവങ്ങൾ ചിലർക്കുണ്ട്. And God has blessed His children with good blessings so that they could preserve it and keep it in their heart. ആ ഉള്ളതൊക്കെ വളരെ വളരെ ക്രമീകൃതമായി സൂക്ഷിച്ച് ജീവിക്കുന്നത് ദൈവം ഇന്ന് പകൽ കണ്ടുകൊണ്ടിരിക്കുക. And God is watching over your life, wherein you are constantly calculating everything and preserving and keeping everything intact. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ഒരു ഭാവി ഒരുക്കുമെന്ന് പറയുമ്പോൾ ഒരു പൊട്ടനെ പോലെ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? And amidst that, when God is saying that He is going to open new ways and new ways of future in your life, can you believe that completely? ദൈവാത്മാവ് പറയുന്നു, എനിക്കറിയില്ല, ദൈവം ഒരു ഭാവി ഒരുക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. And Holy Spirit wants to say that I am going to open a new way of life in your life. മാനുഷ്യമായി നടക്കുകയില്ലെന്ന് ദൈവത്തോൽ ചിലത് സംഭവിക്കും. And it is not going to happen by human beings, by the might of any human being, but by God it is going to be made possible. ഇന്ന് പകൽ വിശ്വാസമുള്ളവരെല്ലാം കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you have that faith, just clap your hands and praise God. മാനുഷ്യമായി നടക്കുകയില്ല, ദൈവത്തോൽ ഒരു ഭാവി അധികം വിദൂരമല്ലോ ദൈവം നൽകാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. And it is not by human beings, by the might or by the strength of any human being, but by the power of God, you are going to receive that blessing. ആ ദൈവം ഒരാളുടെ ഹൃദയം കാണുന്നത്. And God looks into the hearts of His people. ദൈവം ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അംഗീകരിച്ചതാ. And if God has accepted someone, എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട് ദൈവത്തിന്റെ സ്തോത്രം? ദൈവം ഒരാൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചതാണ്. And if God has accepted someone, He is accepted indeed. ദൈവം ഒരു ഭാവി ഒരുക്കിയതാണ്. And if God has opened a way in your life, that it will be open for you. പരിശോധന വിലയേറിയത്. And even among your trials of faith, God is going to make you valuable. അത് പൊന്നിനേക്കാൾ വിലയേറിയതെന്നാ പറയുന്നത്. And it is far more precious than gold. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം, ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൽ നിന്ന് പകൽ വീശണം. And that is why this light needs to shine in our heart. വിശ്വാസത്തിന്റെ പരിശോധന വന്ന അബ്രഹാമിന്റെ വീട്ടിനകത്ത് ചിരി വന്നു. ചിരി. We know that when they were about to be tested in their faith, we know when that message was being delivered in the house of Abraham, we know Sarah smiled there. ആരൊക്കെയാണ് അവിടെ ചിരിച്ചത്? And we know who smiled there. ഹല്ലേലൂയ. അബ്രഹാം ചിരിച്ചു കാണും, സാറ ചിരിച്ചു കാണും. ഇസാക്ക് എന്ന പേരിന്റെ അർത്ഥമേ ചിരി എന്നാ. ദൈവത്തിന്റെ സ്തോത്രം. And probably when that counsel of God was being delivered, Abraham would have smiled, Sarah would have smiled, and we know the meaning of the name Isaac itself is laughter. എന്നാൽ അസാധ്യമായ കാര്യം നടന്നപ്പോൾ വീട്ടിൽ എല്ലാവരും
ഒരുമിച്ച് ചിരിച്ചത് കൊണ്ടായിരിക്കാം ഇസഹാക്കിന് ചിരി എന്ന പേര് വന്നത്. And we know that when that impossible task or that counsel of God was being announced in their house, because they smiled, they laughed, that is why probably God blessed them with a son whose meaning of the name is laughter. അപ്പൊ ദൈവം ചിലത് ചെയ്യുമ്പോ അത്ഭുതകരമായ അനുഭവത്തോടു കൂടിയ ദൈവം ചിലത് ചെയ്യുന്നത്. So when God does something in your life, that will be truly a blessing and a miracle. അങ്ങനെയുള്ളവർക്ക് ഒരു കൃപയും സമാധാനവും ദൈവം കൊടുക്കും. And when God does that miracle, he shall give them that grace. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വിശ്വാസത്താൽ കൃപയും സമാധാനവും ഏറ്റുവാങ്ങി പോകാൻ ദൈവാത്മാവിന്റെ പകൽ ഇടപെടുക. The Holy Spirit wants to say that through faith, receive that blessing, receive that grace. കൃപ എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് മനുഷ്യര് തരുന്നതല്ല. And that grace and peace is not being given by human beings. അത് കർത്താവ് തരുന്നതാണ്. And that is given by the Lord himself. ആ കൃപയും സമാധാനത്തോടെ ഇന്ന് പകൽ മടങ്ങി പോകട്ടെ. May God allow us to return back home with that grace and that peace. വിശ്വാസത്തിന്റെ പരിശോധന നമ്മളെ വിലയേറിയതാക്കി മാറ്റും. And the trial and testing of our faith will make us precious. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹ ഒറ്റയ്ക്കെന്ന് ആദ്യം ചിന്തിച്ചത് ദൈവത്തിന്റെ സ്തോത്രം. And then Noah initially thought that he was alone in this. എന്നാൽ നോഹ അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്തോത്രം ബൈസ്കോൾ ഭൂലോകത്തിലെ ഒരു വലിയ വംശമാക്കി ദൈവം അവരെ മാറ്റി. But we know that later on God turned Noah, a single person, into the entire into a lot more people in this earth. എത്ര നാൾ ഈ വെള്ളത്തിനകത്തൂടെ പൊങ്ങി നടന്നു. And we know that he had to be in that water for so many days and nights. വെള്ളം പൊങ്ങുന്തോറും അവൻ ഭാരപ്പെടുകയായിരുന്നു. And when that water was rising, he was burdened in his heart. എന്നീ വെള്ളം ഒന്ന് ഇറങ്ങുമെന്ന്. And he might be thinking that when will all this water dry off? വിശ്വാസമുണ്ടായിരുന്നു. എന്നോട് ദൈവശബ്ദ പ്രകാരമാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. And he had that faith in his heart that I followed God's commandment and I have entered into this ark. അകത്ത് കയറിയവൻ ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് പുറത്ത് വെള്ളം പൊങ്ങുമ്പോൾ അകത്ത് ശബ്ദമുണ്ട്. ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന കാണാം, ശബ്ദം കേൾക്കാം. And probably he could be hearing those voices of water rising. വെള്ളം പൊങ്ങുന്തോറും അവൻ അറിയാതെ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. And then even without him realizing, when this water was rising, the ark was also rising above the water. ഈ ഭയങ്കര ഷിപ്പ് വലിയ അരാരാത്ത് പർവ്വതത്തിൽ മനുഷ്യന് പിടിച്ചു പൊക്കി കയറ്റാൻ കഴിയയില്ല. അത് ഈ പ്രതികൂലമാകുന്ന വെള്ളമാണ് ഇതിനെ പൊക്കി അതിന്റെ മുകളിൽ കയറ്റിയത്. And we know that big structure that Noah made, that he did not realize how it came up, but then God allowed it to rise above the waters. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധന നമ്മളെ ഉയർത്തി നമ്മളറിയാതെ നോഹയെ പർവ്വതത്തിൽ കൊണ്ട് കയറ്റാൻ വേണ്ടിയാണ് അടിയിൽ വെള്ളം പൊങ്ങിയത്. And we know that God allowed that water to rise so that he could let Noah be on the top of Ararat mountain. ഇന്ന് പകൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ആർക്കുമില്ലാത്ത പരിശോധന പൊങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കാതെ ഒരു പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം കൊണ്ട് കയറ്റാൻ വേണ്ടിയാ ദൈവം അത് കൊടുത്തത്. So you need to understand that if you are facing a lot of trials and problems that probably no other person be facing, you need to understand that God wants you to make you stand on the top of Ararat mountain. നോഹയുടെ പെട്ടകം ഒരു മനുഷ്യനും അരാരാത്ത് പർവ്വതത്തിൽ പിടിച്ചു കയറ്റാൻ കഴിയില്ല. Praise the Lord. And no human being can let that ark come and rest on the mountain. അതുകൊണ്ടാണ് വെള്ളം പൊങ്ങുമ്പോൾ ഈ പെട്ടകം പൊങ്ങി അതിന്റെ സമയമായപ്പോൾ അത് അരാരാത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചു. And we know that when the water rise, this ark also rise and it rested on the mountain. ചില പ്രതികൂലങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. And some trials and problems that you face, ചില പ്രതിസന്ധികൾ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. And that problems is going to be removed from your life. ഞാൻ ചിന്തിക്കുക 100 അല്ല 500 പേര് വന്നാൽ ഈ പട്ടം പിടിച്ച് പൊക്കാനൊക്കത്തില്ല. And then no matter how many people would have gathered there, they might not be able to let it rest on the mountain. വെള്ളം പൊങ്ങുന്നത് പ്രതികൂലം വരുന്നത് അരാരാത്ത് വരെ പൊങ്ങത്തുള്ളൂ. But this waters, when it constantly when it was rising up, it can rise only up to the mark that God had allowed it to come. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഇതിനെ കൊണ്ട് കയറ്റാനായി വെള്ളം ദൈവം പൊക്കി. And this waters rose so that this ark can be securely placed on the mountain top. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പരിശോധനകൾ നമ്മളെ ജീവിതത്തിൽ ഉയർത്തിയെടുക്കാനാണ് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. And some trials and problems that you face that is going to make you honorable in your life. ചില ശോധന നമുക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? How many people believe that those trials that you are facing is going to be a blessing in your life? ഈ സ്തെഫാനോസിന്റെ തന്റെ പ്രസംഗത്തോട് അലക്സാന്ദ്ര്യരും കുറേനിയക്കാരൊക്കെ എതിർത്ത് നിന്നെങ്കിലും ആത്മീയമായ കൃപയിലും
ആ ദൈവീയ ദൂതിലും അവർക്ക് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. We know that when Stephen was delivering a message, though people objected to what he was saying, they were not able to object onto the spiritual things or the spiritual blessing that he was talking about. അവിടെ എഴുതിയിരിക്കുന്നത് ഈ അലസന്ദ്രക്കാരും കുറേനേരും ലിബിത്യനേരും 3 രാജ്യക്കാര് വന്നിട്ട് ഹല്ലേലൂയ ഈ ഭക്തനായ മനുഷ്യനോട് തർക്കിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. There we read that people belong to 3 different nations. They were actually arguing with Stephen. പക്ഷേ കൃപ നിറഞ്ഞ കൃപയോട് സത്യത്തോടും തർക്കിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. But they were not able to continue that argument because of the grace and the truth that Stephen held on to. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവ കൃപയോട് ലോകത്തിൽ ഒരു മനുഷ്യന് എതിർത്ത് നിൽക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. How many of you believe that no human being, no worldly human being can fight against the grace that God has given us? തർക്കമുണ്ടെങ്കിലും അതരമനകസിയ ദൈവകൃപ നിന്നിൽ നിറഞ്ഞാൽ ഒരു ശക്തിക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നിന്നെ ജയിക്കാൻ കഴിയില്ല. ആ തർക്കങ്ങളെല്ലാം അസാധുവായി പോകാൻ പോകുക. And wherever you are, God is going to nullify those arguments because those human beings cannot withstand against the grace that God has given you. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ പരിശോധന നമുക്കൊരു അനുഗ്രഹമാണ്. And the trial and testing of our faith will be a blessing in our life. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ട്? How many of you believe that? നമ്മൾ ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ വിശ്വാസം ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. And these trials shall be a blessing in our life. നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി മാറാൻ പോകുകയാണ്. It will be a deliverance in our life. ഇങ്ങനെ ദൂരെ നിന്ന് നാം വീക്ഷിക്കുന്ന അനുഭവമല്ല, ഈ വരുന്ന വർഷത്തിൽ തന്നെ അടുത്തു വന്ന് ദൈവപ്രവൃത്തി കാണുമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. And the Holy Spirit wants to say that you are not going to witness it from afar, but you are going to approach. Your blessing is going to come near you. എന്റെ കർത്താവിൽ നിന്ന് ദൂരെ നിൽക്കാനല്ല ദൈവം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അടുത്തു വരുന്ന ദൈവത്തെ നീ അടുത്തറിയുന്ന മാസങ്ങളാണ് ഈ വർഷമെന്ന് ഇന്ന് പകൽ പറയുന്നതിൽ എനിക്കൊരു നിയോഗമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. And today Holy Spirit wants to say that he doesn't want you to stand afar, but he wants you to come closer to him, and he's going to give and manifest that blessing and that deliverance in your life. ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ച് കർത്താവിന്റെ അനുഭവം കേട്ടു പോകാനല്ല, നിന്നോട് അടുത്ത് സംസാരിപ്പാൻ ഇന്ന് പകൽ അവൻ ആഗ്രഹിക്കുന്നു. And God doesn't desire that you stand afar and just merely listen to what is being said, but then God wants us to draw closer to him. വിശ്വാസത്തിന്റെ പരിശോധന നമുക്കൊരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. And the testing of our faith will be a blessing in our life. ചില പരിശോധനകൾ ചിലരുടെ ജീവിതത്തിൽ അഴിഞ്ഞു പോയി കഴിഞ്ഞു. And some trials have already been removed some people's life. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that? ചില പരിശോധന അഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരിതാ ഇതിന്റെ നടുവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. And how many of you believe that some of the trials are being constantly removed and some of them are completely removed from your life? ഹല്ലേലൂയ. രക്തത്താൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഒരു കുറ്റിയിൽ നിന്ന് അഴിച്ചു വിടുന്നത് പോലെ കഴിഞ്ഞ നാളുകൾ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ജീവിതത്തിൽ അഴിച്ചുവിട്ട ആമേൻ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച കുടുംബങ്ങളുടെ നടുവിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. And Holy Spirit wants to say that there are families here amidst us who have been in that binded state for a while, but then God delivered them from there and God has set them free. എന്റെ വിശ്വാസത്തിന്റെ പരിശോധന ഒരു കെട്ടുമുട്ടിൽ കിടക്കാനല്ല, ഒരു കുറ്റിയിൽ നിന്ന് എന്നെ അഴിച്ചുവിട്ടു, ഞാൻ സ്വതന്ത്രനാകാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ സ്തുതിക്കാൻ ആരാധിക്കാൻ കഴിയുമോ? How many of you believe that by the testing of my faith I'm not going to be binded, I'm not going to be limited to one particular place, but God is going to set me free from there. ഒരു ബന്ധനം അഴിഞ്ഞെന്നാ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നത്. And Holy Spirit is saying that God has already ദൈവം വലിയ കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. And when God does these things in our life, he's not asking you to sit like this motionless. ദൈവം വലിയ കാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ഇന്ന് പകൽ അതിൽ ബോധ്യമുണ്ട്. And I mean, I completely believe that God has already done those big things in my life. ആമേൻ ആമേൻ ഹല്ലേലൂയ. വിടുതൽ എന്താണ്? ഒരിക്കലും അഴിയാത്തത് ദൈവം കുറ്റിയിൽ നിന്ന് അഴിച്ചു വിടുക. And what was being binded, what was being bound, God is setting it free. ചില വിശ്വാസത്തിന്റെ പരിശോധന ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. And God is going to turn that trial of faith into a blessing in your life. ആമേൻ ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ ഇതാ ആമേൻ സ്തോത്രം ഒരു വലിയ വെളിച്ചം അവന്റെ മേൽ വീശി. ദൈവത്തിന്റെ സ്തോത്രം. And we know that the light shine in the prison. ആമേൻ. ആ വെളിച്ചം വീശി കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറി. And after that light was being shined, it turned out to be a നമ്മുടെ blessing. ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറും. And if we surrender, God shall also do that അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. and that light is going to turn out to be a ചില blessing. കുടുംബങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. And God has already let some families experience the goodness through it. ഇന്ന് പകൽ പലപ്പോഴും നമ്മൾ ഓർക്കും ഹല്ലേലൂയ ഈ അനുഭവത്തിൽ കർത്താവേ ഞാൻ എന്തോ കൊണ്ട് ദൈവസന്നിധിയിൽ വന്നാൽ മതിയാകും. ദൈവത്തിന് And many times we may be thinking that how much ever I praise him or how much I do for the Lord, it's very ദൈവം little. ഞാൻ ദൈവസന്നിധിയിൽ എന്ത് കൊണ്ടുവന്നാൽ ദൈവം എന്നിൽ പ്രസാദിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. So many times we might think that what should I do that
that God would be pleased in me. എന്നാൽ ദൈവകൃപയെ കുറിച്ച് ഓർക്കുവാൻ, ഹല്ലേലൂയ, ന്യായം പ്രവർത്തിപ്പാൻ, ദയാതൽപരനായിരിക്കാൻ, ദൈവസന്നിധിയിൽ ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി മാറും. And then when you constantly remember and be grateful to God for everything that he has done, that will be a blessing in your life. ആമേൻ. ഇന്ന് പകൽ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ പരിശ്രമത്തിന് ഒരു വിലയേറിയ ദൈവത്തിന് And the testing of your faith will make you a valuable പലപ്പോഴും person. നമ്മൾ കർത്താവിലേക്ക് ഇറങ്ങിയപ്പോൾ പലതും അറിഞ്ഞുകൊണ്ടല്ല ഇറങ്ങിയത്. And when you came into this faith, when you came into salvation, you might have not ഹല്ലേലൂയ, known നമ്മൾ anything. ഇറങ്ങിയപ്പോൾ അറിഞ്ഞില്ല ഇതിന് ഇത്രയും ഭയങ്കര ആമേൻ ഹല്ലേലൂയ പരിശോധന ഉണ്ടെന്ന്. And when you dedicated and surrendered yourself for the Lord, you might have not realized that you'll have to face all these trials. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ആഴമാണെന്ന് നമ്മൾ മനസ്സിലായത്. But then when you actually stepped into it, you realized that it is really deep. എന്നാൽ ആഴത്തിന്റെ നടുവിൽ കൈവിടാത്ത ഒരു കർത്താവ് ഉണ്ടായിരുന്നു. But even amidst those deep pit-like situations, there is a God who will not leave you. നമ്മൾ ഇതിന്റെ ആഴം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇറങ്ങത്തില്ലായിരുന്നു. Probably if you would have initially realized how deep is this path that you have to walk, then you would have not got into it. എന്നാൽ ആഴം അറിയാതാണ് ദൈവം നമ്മളെ ഇറക്കിയത്. And we were not aware of the depth that this path had, and we actually got into it. നമുക്ക് ദിവസത്തിൽ എഴുന്നേറ്റ് ഗാനം പാടി ദൈവത്തെ Let us സ്തുതിച്ചാരാധിക്കാം. stand in God's presence and praise ആ പഴയ God. പാട്ടിന്റെ കോറസ് നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ Let us മഹത്വപ്പെടുത്താം. stand in his presence and praise God. അഴിയെന്നോർത്തില്ല, ആഴമറിയാനില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, വിളി കേട്ടു നീ വരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, ആരാധിക്കാം. വാതിലിനി വളരുകയോ, പിന്മാറുകയോ, വാതിലിനി ഞാൻ തളരുകയോ, ഒന്നു ഞാൻ ചെയ്യുന്നു ഇരുന്നു ലക്ഷ്യം യാഹവേ നീ എൻ ദൈവം. വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. വിപരീതം നീ അറിയുമേ. താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗ്ഗസിയോൻ പുരി വരെയോ. താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗ്ഗസിയോൻ പുരി വരെയോ. യാഹവേ നീ എൻ ദൈവം. വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നമുക്കത് വിട്ടുകൊടുത്ത് ആരാധിക്കാം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരേ
ധീര 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 മാറ 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 അഴിഞ്ഞുകൊണ്ട് അഴിഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ധീര 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 മാറ 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 വിട്ടുകൊടുത്തൊന്ന് ആരാധിക്കാവുന്ന പകരം വിടുതൽ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ, വ്യക്തികൾ അനുഭവിക്കുവാൻ, ദേശം അനുഭവിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓ ശരീരം വിട്ടുകൊടുത്തെന്ന് പകരം ആരാധിക്കുവോ മുട്ടനത്തി വൈഡമന ഹംസിയാനയ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ, സത്യത്തിൽ ആരാധിപ്പാൻ. ഓ ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കരങ്ങളെത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദിവ്യ സമാധാനത്താലും കൃപയാലും അങ്ങയുടെ ജനത്തെ അയക്കണമേ. കടന്ന ജനത്തിന്റെ മടക്കയാത്രയിൽ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കും. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാടിയാരെ യഹോവയെ മനസ്സലിയുടെ മഹോന്നതനെ വന്ദനം നിനക്കാമി മനസ്സലിയുടെ മഹോ വരനെ വന്ദനം നിനക്കാമി. ത്രിയേകദൈവത്തിന്റെ ആശ്വാസം കരുതൽ കൂട്ടായ്മയും വിശുദ്ധ ആരാധനയിൽ കടന്നുന്ന എല്ലാ ദൈവമക്കളുടെ ഭവങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണം. ആമേൻ. കർത്താവിന്റെ വരി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്